الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء فاتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون സഹോദരന്മാരെ സഹോദരികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ റബ്ബിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് മുത്തഖികളും മുവഹിദുകളുമായി ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്ന് ഉണർത്തുന്നു. നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളും മുവഹിദുകളുമായി ജീവിക്കുവാനും മരണപ്പെടുവാനും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഞാൻ ഓതിവെച്ച വചനം വിശുദ്ധ ഖുർആനിലെ 59-ാം അധ്യായം അൽ ഹശ്റിലെ 19-ാമത്തെ വചനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നു, വലാ തകൂനു, നിങ്ങളായി തീരരുത്, കല്ലദീന നസുല്ലാഹ, അല്ലാഹുവിനെ മറന്നവരെ പോലെ നിങ്ങളായി തീരരുത്, ഫഅൻസാഹും അൻഫുസഹും, തന്മൂലം അല്ലാഹു അവർക്ക് അവനെ ഓർമ്മയില്ലാതാക്കും, ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അങ്ങനെ സംഭവിച്ചാൽ അവരാണ് ദുർമാർഗികൾ. ഇതാണ് ഈ വചനത്തിന്റെ സാരം. നമുക്കറിയാം, സൽക്കർമ്മങ്ങളുടെ പരിശീലന കളരിയായ, നന്മകളുടെ സമാഹരണ നാളുകളായ, തിന്മകളോട് അകലം പാലിച്ച് പൂർണ്ണമായും അകലം പാലിക്കാൻ പ്രചോദനമേകിയ പരിശുദ്ധ റമദാനും ആ റമദാനിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള പെരുന്നാൾ ആഘോഷവും കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. ഇനി ഉള്ള നാളുകളാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അതിലേക്കാണ് ഈ വചനം വെളിച്ചം വീശുന്നത്. കഴിഞ്ഞ റമദാനിൽ മുഴുവനും രാവും പകലും ഒരുപോലെ അള്ളാഹുവിന്റെ സ്മരണയാൽ നിറഞ്ഞതായിരുന്നു നമ്മുടെ ഹൃദയങ്ങൾ, നമ്മുടെ പള്ളികൾ, നമ്മുടെ വീടകങ്ങൾ എന്ന് വേണ്ട എല്ലാം. ഇനി അതിൽ നിന്ന് പൂർണ്ണമായും അകന്നു പോകുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകരുത്. അങ്ങനെ ചെയ്യുന്നത് അള്ളാഹുവിനെ മറക്കുന്നതിന് തുല്യമാണ്. അള്ളാഹുവിനെ മറക്കുന്നതോടുകൂടി, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ നഷ്ടപ്പെടുന്നതോടുകൂടി നമ്മൾ വീണ്ടും തെറ്റുകളിലേക്ക് പാഞ്ഞെടുക്കാൻ ഏറെ സാധ്യതയുണ്ട്. അത് സംഭവിക്കരുത്. അതാണ് ഈ വചനത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം. പരിശുദ്ധ റമദാൻ വിട പറഞ്ഞാൽ എല്ലാ നന്മകളും വിട പറയരുത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട കാര്യം. റമദാൻ വിട പറയുമ്പോൾ എന്താണ് വിട പറഞ്ഞു പോകാനുള്ളത്? നിർബന്ധമായ പകൽ സമയത്തെ നോമ്പ് ഉണ്ടാവില്ല.
അതേപോലെ തന്നെ രാത്രിയിൽ ഇശാ നമസ്കാരത്തിന് ശേഷം നമ്മൾ നടത്തി വരാറുള്ള തറാവീഹ് അല്ലെങ്കിൽ ഖിയാമു റമദാൻ സംഘടിതമായി ഉണ്ടാവില്ല. അതിന് പകരമായി നമ്മൾ ചെയ്യേണ്ട വിത്രോ ഖിയാമു ലൈലോ ഇതൊന്നും നമ്മെ വിട്ടു പോകുന്നില്ല. അപ്പൊ നോമ്പ്, പകലത്തെ നോമ്പ് മാത്രമാണ് ഒരു വേള നമ്മിൽ നിന്ന് പൂർണ്ണമായും അകന്നു പോകുന്നത്. ഇത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. പക്ഷേ റമദാൻ വിട പറയുന്നതോടുകൂടി സർവ നന്മകളും വിട പറഞ്ഞു പോകുന്ന, ചിലപ്പോഴൊക്കെ നമ്മുടെ ചെയ്തികൾ നിമിത്തം ഒരു മാസക്കാലം കഠിനാധ്വാനം ചെയ്ത് നമ്മൾ നേടിയെടുത്ത എല്ലാ നന്മകളും ചിലപ്പോൾ ഒരു മണിക്കൂർ കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥാവിശേഷം ഉണ്ടായി തീരാറുണ്ട്. അങ്ങനെ ഉണ്ടാകരുത്, അങ്ങനെ ചെയ്യുന്നത് അപകടകരമാണ് എന്ന താക്കീതാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. റമദാൻ കഴിഞ്ഞതോടെ നന്മകൾ അവസാനിപ്പിക്കുന്നവരായി നാം ഒരിക്കലും മാറിക്കൂടാ. വിശുദ്ധ റമദാൻ വിട പറഞ്ഞാലും നമുക്ക് മരണം വരെയും ഈ ജീവിതത്തിൽ നന്മകൾ ചെയ്തുകൊണ്ട് തുടർന്നേ തീരൂ. അതാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് ഉണർത്തിയിട്ടുണ്ട്. സൂറത്തുൻ നഹലിലെ അവസാനത്തെ വചനം, വഅബ്ദു റബ്ബക ഹത്താ യഅതിയക്കൽ യഖീൻ. മരണം വന്ന് ഭവിക്കുന്നത് വരെ നിന്റെ റബ്ബിനെ നീ ആരാധിച്ചുകൊണ്ടേയിരിക്കുക എന്നാണ് ആ വചനത്തിന്റെ സാരം. ഇതിനെ വിശകലനം ചെയ്തുകൊണ്ട് മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ചില ചിന്തകളുണ്ട്. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു നമുക്കറിയാം, വലിയ തത്വജ്ഞാനിയായിരുന്നു, ചിന്തകനായിരുന്നു, നല്ല പ്രാസംഗികനായിരുന്നു. അദ്ദേഹത്തിൻ്റെതായ ഒരുപാട് സന്ദേശങ്ങൾ, ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മനുഷ്യർക്ക് വേണ്ടി അവശേഷിപ്പിച്ചുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹു വിട പറഞ്ഞു പോയത്. അക്കൂട്ടത്തിൽ വളരെ ശ്രേഷ്ഠമായ ഈ വഅബ്ദു റബ്ബക ഹത്താ യഅതിയൽ യഖീൻ എന്നതുമായി ബന്ധപ്പെട്ടും പരിശുദ്ധ റമദാൻ വിട പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചും അദ്ദേഹം പറയുന്ന വചനങ്ങൾ. അദ്ദേഹം പറയുകയാണ്, അസ്സൗമു ലൻ യന്തഹിയ, നോമ്പ് ഒരിക്കലും അവസാനിക്കുന്നില്ല. അതുപോലെ തന്നെ വൽ ഖുർആനു ലൻ യർതഹില, വിശുദ്ധ ഖുർആൻ ഒരിക്കലും യാത്ര പറഞ്ഞു പോകുന്നില്ല. അതുപോലെ തന്നെ വൽ മസാജിദു ലൻ തുഗ്ലക, പള്ളികളൊന്നും കൊട്ടിയടക്കപ്പെടുന്നില്ല. വൽ ഇസ്തിജാബത്തു ലൻ തതവഖഫ, അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു ഉത്തരം നൽകുക എന്നത് നിർത്തുന്നില്ല. വൽ അജ്റു ലൻ യൻഖതിഅ, പ്രതിഫലം നിലച്ചു പോകുന്നില്ല. അതുകൊണ്ട് നീ എന്ത് വേണം? വഅബ്ദു റബ്ബക ഹത്താ യഅതിയക്കൽ യഖീൻ, മരണം വരുന്നത് വരെ നീ നിന്റെ റബ്ബിനെ ആരാധിക്കുക. അലി റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകളാണ്. ഓരോന്നും എടുത്തൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ ശരിയല്ലേ? നോമ്പ് ഒരിക്കലും അവസാനിക്കുന്നില്ലല്ലോ, നോമ്പ് ഇനിയും വരും. ഇടയ്ക്കിടെ സുന്നത്ത് നോമ്പുകൾ അത് വേറെ ഉണ്ടാവും. അപ്പൊ നോമ്പ് ഒരിക്കലും അവസാനിക്കുന്നില്ല. റമദാൻ മാസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചത് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്നുള്ളതാണ്. ഖുർആൻ അവതരിച്ച മാസം എന്നുള്ള നിലയിൽ ഖുർആനുമായിട്ടുള്ള ബന്ധമായിരുന്നു. ചിലപ്പോൾ നമ്മളിൽ പലരും 1 or 2 പ്രാവശ്യം ഓതി തീർത്തവരുണ്ടാവും, ഒരു പ്രാവശ്യമെങ്കിലും ഓതി തീർത്തവരുണ്ടാകും. ഇനി അങ്ങനെ ഒന്നും എത്തിയില്ലെങ്കിലും കുറെയെങ്കിലും ഓതാൻ ശ്രമിച്ചവരുണ്ടാകും. അപ്പം വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധം ഒരു കാരണവശാലും നമ്മിൽ നിന്ന് നിലച്ചു പോകുന്നില്ല. അഥവാ വിശുദ്ധ ഖുർആൻ നമ്മളോട് യാത്ര പറയുന്നില്ല. അതാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അതുപോലെ റമദാൻ ആയാൽ പള്ളികളുടെയൊക്കെ അവസ്ഥ എന്താണ്? പള്ളികളൊക്കെ തിങ്ങി നിറഞ്ഞ്, ചിലപ്പോൾ ഞാനൊക്കെ നിൽക്കുന്ന പള്ളികളിൽ സാധാരണ ഈ നോമ്പിന്റെ വെള്ളിയാഴ്ചകളായാൽ ചിലപ്പോൾ മുന്നിലേക്ക് മെഹ്റാബിന്റെ സ്ഥലത്തേക്ക് കടന്നു പോകാൻ ഇത്തിരി വൈകിയാൽ പറ്റില്ല, അത്രമാത്രം ഇടതുങ്ങിയ ആൾക്കാരുണ്ടാവും. പക്ഷെ റമദാൻ കഴിയുമ്പോഴോ അതിനു മുമ്പോ അത്ര ഉണ്ടാകാറില്ല. അതാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, റമദാൻ കഴിഞ്ഞാലും എന്തില്ല, പള്ളികൾ അടയ്ക്കപ്പെടുന്നില്ല, അത് തുറന്നു തന്നെയാണ് കിടക്കുന്നത്. പിന്നെ മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് എന്താ? അള്ളാഹു നൽകുന്ന ദുആക്ക് ഉത്തരം. കഴിഞ്ഞ റമദാനിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിച്ചത് എന്താ? പ്രാർത്ഥിക്കുക പടച്ചവനോട്. ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് നമ്മൾ. പ്രാർത്ഥനകളൊക്കെ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ ആ പ്രാർത്ഥനകൾ, ആ ദുആ, അതിന്റെ ഉത്തരം, ഇതൊന്നും നിലച്ചു പോകുന്നില്ല. വൽ ഇസ്തിജാബത്തു ലൻ തതവഖഫ്. പിന്നെ അദ്ദേഹം പറഞ്ഞത് എന്താ? വൽ അജ്റു ലൻ യൻഖതി. റമദാനിൽ ഒരുപാട് നന്മകൾ ചെയ്തത് എന്തിനാ? പ്രതിഫലം കിട്ടാൻ വേണ്ടി. ആ പ്രതിഫലം എന്നുള്ളത് ഇനി ചെയ്താൽ കിട്ടാതെ പോകും? ഒരിക്കലും ഇല്ല. റമദാനിൽ ഒരു ബോണസ് എന്നുള്ള നിലയിൽ കുറെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ചു തന്ന അനുഗ്രഹമാണത്. ബാക്കി കാലങ്ങളിലും റമദാനിൽ ഖുർആൻ ഓതുമ്പോഴും
റമദാൻ അല്ലാത്തപ്പോഴും ഖുർആൻ ഓതുമ്പോഴും, റമദാനിൽ ജമാഅത്തിന് പങ്കെടുക്കുമ്പോഴും, ജമാഅത്ത് അല്ലാതെ നമസ്കരിക്കുമ്പോഴും, നവാഫിലുകൾ തിരഞ്ഞെടുക്കുമ്പോഴും ഒക്കെ എന്ത് പ്രതിഫലമാണോ ആ പ്രതിഫലത്തിനൊന്നും യാതൊരു കുറവും വരില്ല, അത് നിലയ്ക്കുന്നില്ല. അതുപോലെ തന്നെ അതുകൊണ്ട് എന്ത് വേണം നീ? അലി റളിയല്ലാഹു അൻഹു ഈ വചനമാണ് ഉദ്ധരിക്കുന്നത്, വഅബ്ദു റബ്ബക ഹത്താ യഅതിയക്കൽ യഖീൻ. ഏത് സൂറത്തുൻ നഹ്ലിലെ അവസാനത്തെ വചനം. എന്നിട്ട് അവസാനം അദ്ദേഹം ഒരു വാക്ക് പറയുന്നുണ്ട്, കുൻ റബ്ബാനിയൻ വലാ തകുൻ റമളാനിയൻ. അല്ലാത്ത പ്രയോഗമാണ്. കുൻ റബ്ബാനിയൻ, നീ എന്നും എന്നും റബ്ബിനോട് ഉള്ള ബാധ്യത നിറവേറ്റിക്കൊണ്ട് അവന്റെ യഥാർത്ഥ ദാസനായി ജീവിച്ചുകൊണ്ടേയിരിക്കുക. വലാ തകുൻ, നീ ആകരുത് റമളാനിയൻ, റമളാനിൽ മാത്രം അള്ളാഹുമായുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകുന്ന റമളാനിയങ്ങളാകരുത് എന്നാണ് അലി റളിയല്ലാഹു അൻഹു പറയുന്നത്. ചിന്തിക്കുക സഹോദരന്മാരെ, സഹോദരികളെ. അതാണ് റമളാൻ വിട പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും വലാ തകൂനു വലാ യകൂനു എന്നുള്ള പ്രയോഗങ്ങൾ കാണാം. ഖുർആൻ ഓതുന്നവരാണല്ലോ നമ്മളെല്ലാവരും. ഒന്ന് ശ്രദ്ധിക്കുക ഓതുമ്പോൾ. വലാ തകൂനു, നിങ്ങളാകരുത് എന്നും, വലാ യകൂനു, അവരാകരുത് എന്നും രണ്ടർത്ഥവും പറയുന്ന വാക്കുകളാണ്. ഈ വാക്കുകളിലൊക്കെ ഇപ്പൊ ഞാൻ ഓതി വെച്ചത് വലാ തകൂനു ആദ്യം സൂറത്തുൽ ഹശ്റിലെ വചനമാണെന്ന് ഞാൻ പറഞ്ഞു. അള്ളാഹുവിനെ മറന്ന് സ്വയം മറന്ന് തെറ്റുകളിലേക്ക് കൂപ്പുകുത്തി വീഴുന്ന അവസ്ഥ ഉണ്ടാകരുത്, അങ്ങനെ ചെയ്യുന്നവർ ദുർമാർഗികളാണ് എന്ന് പറഞ്ഞുവെങ്കിൽ, ഇനി വലാ തകൂനു കല്ലദീന തഫറഖു വഖ്തലഫു മിൻ ബഅദി മാ ജാഅഹുമുൽ ബയ്യിനാത്ത് വഉലൈക ലഹും അദാബുൻ അദീം. ആല ഇംറാനിലെ 105-ാമത്തെ വചനം. വലാ തകൂനു, നിങ്ങളാകരുത്, കല്ലദീന തഫറഖു, ഭിന്നിച്ചു മാറുന്നവരെ പോലെ ആകരുത്, വഖ്തലഫു, ഭിന്നാഭിപ്രായക്കാരായി തീർന്നവരെ പോലെ നിങ്ങൾ ആകരുത്, മിൻ ബഅദി മാ ജാഅഹുമുൽ ബയ്യിനാത്ത്, വ്യക്തമായ ദൃഷ്ടാന്തം വന്നു കിട്ടിയതിന് ശേഷം, വ്യക്തമായ തെളിവുകളും ദൃഷ്ടാന്തങ്ങളും വന്നു കിട്ടിയതിന് ശേഷം പരസ്പരം ഭിന്നിച്ച് കലഹിച്ചു പോകുന്നവരായി നിങ്ങൾ മാറരുത്. വഉലൈക ലഹും അദാബുൻ അദീം, അവർക്ക് വലിയ ശിക്ഷയുണ്ട് എന്നാണ് സൂറ ആല ഇംറാനിലെ 105-ാമത്തെ വചനം പറയുന്നത്. ഇനി സൂറത്തു അൻഫാൽ 8-ാമത്തെ അധ്യായമാണ്, അതിലെ 21-ാമത്തെ വചനം. വലാ തകൂനു കല്ലദീന ഖാലു സമിഅനാ വഹും ലാ യസ്മഊൻ. ഒരിക്കലും നിങ്ങൾ ആകരുത് കല്ലദീന ഖാലു, പറയുന്നവരെ പോലെ. എന്ത് പറയുന്നവർ? സമിഅനാ, ഞങ്ങൾ കേട്ടു, എന്നാൽ വഹും ലാ യസ്മഊൻ, അവരൊന്നും കേൾക്കുന്നില്ല. കേട്ടു എന്ന് പറയുകയും യാതൊന്നും കേൾക്കാത്തവരെ പോലെ ജീവിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഒരിക്കലും നിങ്ങൾ പോകരുത്. അവിടെ വലാ തകൂനു എന്ന് പറഞ്ഞതാ. അതുപോലെ സൂറത്തുൻ നഹ്ൽ 16-ാമത്തെ അധ്യായം, അതിലെ 92-ാമത്തെ വചനമുണ്ട്. അവിടെ വലാ തകൂനു കല്ലത്തി നഖലത്ത് ഗസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസൻ. ഒരു ഭ്രാന്തിയായ ഒരു പെണ്ണിനെയാണ് അവിടെ ചിത്രീകരിക്കുന്നത്. ഒരു വിവേകമില്ലാത്ത അവിവേകിയായ വിഡ്ഢിയായ ഒരു സ്ത്രീയാണ് ഉപമിക്കുന്നത്. ആ സ്ത്രീയുടെ സ്വഭാവം എന്താ? അവിടെ ഇരുന്ന് ഇങ്ങനെ നൂലിങ്ങനെ മുറുക്കി 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 ഇങ്ങനെ ശരിയാക്കി ഏറ്റവും അവസാനം എത്തുമ്പോൾ വീണ്ടും അത് മുഴുവൻ അഴിച്ച് കളയുന്ന ഒരു സ്വഭാവം. വലാ തകൂനു, വല്ലാതെ ചിന്തിക്കേണ്ട ഒരു വചനമാണിത്. കൂടുതൽ വിശദീകരിക്കാൻ സമയക്കുറവുണ്ട്. വലാ തകൂനു, നിങ്ങൾ ആകരുത് കല്ലത്തി നഖലത്ത് ഗസ്ലഹ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസൻ. നൂറ്റ് നിവർത്തി കെട്ടി അത് പിരിച്ചുണ്ടാക്കിയതിന് ശേഷം ആ പിരി ഉടച്ചു കളയുന്ന പെണ്ണിനെ പോലെ നിങ്ങളാകരുത് എന്ന് പറഞ്ഞാൽ, ഒരുപാട് സൽക്കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്യുക, എന്നിട്ട് ആ സൽക്കർമ്മങ്ങളൊക്കെ നിമിഷ നേരം കൊണ്ട് ഈ പെണ്ണിന്റെ മാതിരി നശിപ്പിച്ചു കളയുക. അത് ഉണ്ടാകരുത് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. വേറൊരു സ്ഥലത്തുണ്ട് വലാ യകൂനു, സൂറത്തുൽ ഹദീദ് 57-ാമത്തെ അധ്യായം 16-ാമത്തെ വചനം. വലാ യകൂനു, അവരായി കൂടാ, ആകരുത്, കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ൽ, മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരെ പോലെ ആകരുത്. എന്താണ് അവർക്ക് സംഭവിച്ചത്? ഫതാല അലൈഹിമുൽ അമദ്, കാലദൈർഘ്യം അവർക്കുണ്ടായി. ഫഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കഠോരമായി പോയി. വകതീറും മിൻഹും ഫാസിഖൂൻ, ബഹുഭൂരിഭാഗവും ദുർമാർഗികളായി തീർന്നു. ബനൂ ഇസ്രായേൽക്കാരെ കുറിച്ചാണ് പറഞ്ഞത്. അങ്ങനെയാണല്ലോ കൂടുതൽ വിശദീകരിക്കുന്നത്. ഈ വചനങ്ങളിലൊക്കെ പറയുന്നത് അള്ളാഹുവിനെ മറന്നുകൊണ്ട് നാം സജ്ജമാക്കിയെടുത്ത നന്നാക്കിയെടുത്തതിനെ വീണ്ടും കേടുപാടാക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകരുത് എന്നാണ് പറഞ്ഞത്. ഈ ബനൂ ഇസ്രായേൽക്കാർക്ക് പറ്റിയതുപോലെ, വേദഗ്രന്ഥം നൽകപ്പെട്ടവർക്ക് പറ്റിയതുപോലെ, ഈ സ്ത്രീയുടെ ചെയ്തി പോലെ നമ്മുടെയൊക്കെ ജീവിതമാകാം. അങ്ങനെ ആകരുത്, നമുക്കും അത് സംഭവിക്കാം. ജാഗ്രത പാലിക്കുക എന്നാണ് ആ പറഞ്ഞതിന്റെ സാരം. അപ്പൊ ഇനിയുള്ള നാളുകളിൽ അതാണ് കിട്ടിയത്.
ഇല്ലാതെ പോകുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകരുത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെയാണ് നമുക്ക് വേണ്ടത് എന്താണ്? ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത് വേണ്ടത്. ഇസ്തിഖാമത്ത് എന്ന് വെച്ചാൽ നേരെ ചൊവ്വേ സത്യപാതയിൽ ഉറച്ചു നിൽക്കുക, നേരാം വണ്ണം നിലകൊള്ളുക. ഇസ്തിഖാമത്ത് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫുസ്സിലത്ത് 41-ാമത്തെ അധ്യായം അതിലെ 30, 31, 32 വചനങ്ങൾ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, അള്ളാഹുവാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞവർ, എന്നിട്ട് സുമ്മസ്തഖാമു, നേരെ ചൊവ്വെ നേരാം വണ്ണം ആ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതെ നിലകൊള്ളുകയും ചെയ്തവർ. അതാണ് ഇസ്തിഖാമത്ത്. നമ്മൾ സാധാരണ എല്ലാ നമസ്കാരങ്ങളിലും നിർബന്ധപൂർവം കൈകെട്ടിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദിക്കലുണ്ട്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ആ നേരായ പാതയിൽ എത്തി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ജീവിക്കുന്നവർ, ആ ഇസ്തിഖാമത്തോടു കൂടി നേരെ ചൊവ്വെ ജീവിക്കുന്നവർ, ആ പാതയിൽ നീങ്ങുന്നവർ, തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ അവരിലേക്ക് ഇറങ്ങി വരും. എന്ത് പറഞ്ഞുകൊണ്ട്? മരണവേളയിലാണ്. അല്ലാ തഖാഫു വലാ തഹ്സനു, പേടിക്കണ്ട, ദുഃഖിക്കണ്ട, വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുന്തും തുഅദൂൻ, നിങ്ങൾക്ക് ഓഫർ ചെയ്ത സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളിയുന്നു. ആർക്കാണ് അത് കിട്ടുക? അള്ളാഹുവാണ് ഞങ്ങളുടെ റബ്ബെന്ന് പറയുക എന്ന് വെച്ചാൽ ആ റബ്ബിന്റെ ശാസനകൾക്ക് വിരുദ്ധമായി എൻ്റെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാവില്ല എന്ന് പ്രായോഗികമായി തെളിയിച്ചുകൊണ്ട് ജീവിച്ചു പോകുന്ന നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുന്നവർ. അതാണ് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു. അവരിലേക്കാണ് മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരിക. തതനസ്സലു അലൈഹിമുൽ മലായിക, മരണവേളയിൽ മലക്കുകൾ ഇറങ്ങി വരും എന്നൊക്കെ നമ്മൾ കേൾക്കാറുള്ളതാണ്. സാധാരണ കേൾക്കുന്നതല്ല, ഉള്ള സംഭവമാണ്. അപ്പൊ ആ ഇറങ്ങി വരുന്ന മലക്കുകൾ തന്നെ 2 കോലത്തിലായിരിക്കും. അതിന് വിശദീകരണത്തിലേക്കല്ല പോകുന്നത്. അങ്ങനെ ഈ സ്വഭാവം സ്വീകരിച്ചവരിലേക്ക് ആ മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് അറിയിക്കുന്ന സന്തോഷ വാർത്ത: നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ദുഃഖിക്കുകയും വേണ്ട, നിങ്ങൾക്ക് കരാറ് ചെയ്യപ്പെട്ട സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളി. ഇത് കേൾക്കാൻ അവസരമുണ്ടാകണം സഹോദരങ്ങളെ. നമുക്ക് അതിന് കഴിയണമെങ്കിൽ ഈ നാടുകളിൽ, പ്രത്യേകിച്ച് ഇപ്പൊ അടുത്ത റമദാൻ ഇന്നലെ അങ്ങോട്ട് ഇവിടെ പറഞ്ഞിട്ടേ ഉള്ളൂ, അതിൽ നിന്ന് കിട്ടിയ ആത്മീയമായ എല്ലാ ഉറപ്പും ചൈതന്യവും നിലനിർത്താൻ പ്രതിജ്ഞാബദ്ധരാണ് നമ്മൾ. ഇല്ലെങ്കിൽ ഇസ്തിഖാമത്ത് നമുക്ക് ഉണ്ടാവില്ല. ആ പെണ്ണിന്റെ മാതിരിയാവും. കുറെ അധ്വാനിച്ചു എന്നുവെച്ചാൽ റമദാൻ 1 മുതൽ ഒരുപാട് അധ്വാനിച്ച് 29 വരെയും അധ്വാനിച്ചു. രാത്രി ഉറക്കമളച്ച് ഖുർആൻ ഓതി, നമസ്കരിച്ചു, പ്രാർത്ഥിച്ചു, ഇസ്തിഗ്ഫാർ ചെയ്തു, തൗബ ചെയ്തു, ഇതൊക്കെ ചെയ്തു, ദാനധർമ്മങ്ങൾ ചെയ്തു, സക്കാത്ത് കൊടുത്തു. ഇങ്ങനെ എന്തെല്ലാം മേഖലകൾ, നന്മയുടേതായ ഒരു പിടി മേഖലകളിലൂടെ നമ്മൾ സഞ്ചരിച്ചു. ഇനി ഒറ്റയടിക്കാതെ കൂടി ഇട്ട് കളഞ്ഞാൽ ആ സ്ത്രീയെ പോലുള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കുക. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഖുർആൻ എത്ര ചിന്തിപ്പിക്കുന്ന വചനങ്ങളാണ് നിങ്ങൾ നോക്കുക. അപ്പൊ അതുകൊണ്ട് അത് നിലനിർത്തുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അത് നിലനിർത്താനുള്ള മാർഗം ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ആ പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ്. റമദാൻ കഴിഞ്ഞാലും തുടർന്നു കൊണ്ടുപോകേണ്ട കുറെ പ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ, അത് തുടർന്നു കൊണ്ടുപോവുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ നിർബന്ധ നമസ്കാരം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. നിർബന്ധ നമസ്കാരം നിർവഹിച്ചേ പറ്റൂ. ഖുർആൻ ഓതൽ, വീടുകളിൽ ഒരു പേജെങ്കിലും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടാത്ത ഒരു ദിവസവും നമ്മുടെ വീട് കഴിഞ്ഞു പോകരുത്. അത് നമ്മൾ അത്ര ശ്രദ്ധിക്കണം നമ്മൾ. കാരണം എന്താ? വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാത്ത വീടുകൾ മഖാബിറാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖബറിടങ്ങളാണെന്നാണ് പറഞ്ഞത്. നമ്മളൊക്കെ സാധാരണ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താ? ഖുർആൻ ഓതാൻ പറഞ്ഞെടുത്ത് നമ്മൾ ഓതൂല, ഓതണ്ടാന്ന് പറഞ്ഞെടുത്ത് നമ്മൾ ഓതും. ഖബറിന്റെ അടുക്കൽ ഓതണ്ടാന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ഖബറുകളാക്കരുത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ അവിടെ ഓതും. എന്നിട്ട് എന്ത് വേണം? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, പിശാച് അൽ-ബഖറ സൂറത്ത് ഓതുന്ന വീട്ടിൽ നിന്ന് വിരണ്ടോടുന്നാ പറഞ്ഞത്. അത് അൽ-ബഖറയുടെ ശ്രേഷ്ഠതയെ കുറിച്ച് പറഞ്ഞതാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ഇതൊക്കെ നമ്മൾ റമദാനായപ്പോൾ കുറെ ശ്രദ്ധിച്ചു. ഇനി അങ്ങോട്ട് നിസ്കാരപ്പായ മടക്കി വെക്കരുത്. അത് തുറന്ന് തന്നെ കിടക്കണം. വിശുദ്ധ ഖുർആൻ കെട്ടി അട്ടത്ത് കൊണ്ടുപോയി വെക്കരുത്. അത് നമ്മൾ എടുത്ത് ഓതിക്കൊണ്ടിരിക്കണം. ഓരോ പേജെങ്കിലും ഒരു ദിവസം. ചുരുങ്ങിയതാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ ഖുർആനുമായിട്ടുള്ള ബന്ധം നിലനിർത്തി കൊണ്ടുപോരുക. പ്രാർത്ഥന, തസ്ബീഹ്, തഹ്ലീല്, പാപമോചനം തേടൽ, ഇതൊന്നും റമദാനിൽ മാത്രമുള്ളതല്ല, എപ്പോഴുമുള്ള കാര്യങ്ങളാണ്. അങ്ങനെ പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് നാം ശ്രദ്ധിക്കേണ്ട കാര്യം. അത് റമദാനിൽ ചെയ്തതും അതുപോലെ തന്നെ തുടങ്ങിയതുമായ നന്മകൾ. ചില ആൾക്കാരൊക്കെ റമദാൻ വരെ നമസ്കരിക്കാതൊക്കെ ഇരുന്നിട്ട് റമദാൻ ആയപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവും. ഇന്നലെ മാസപ്പിറവി കണ്ട് നിറഞ്ഞതോടുകൂടി അവസാനിപ്പിച്ചിട്ടുണ്ടാവും. ഉണ്ടാകാൻ പാടില്ല. കാരണം ഒരു വിശ്വാസിയെ വേർതിരിച്ച് നിർത്തുന്ന പ്രധാന ഘടകം ഫർദ് നമസ്കാരമാണ്. അത് ഒഴിവാക്കിയാൽ കഴിഞ്ഞു.
പിന്നെ നമ്മുടെ പേര് കൊണ്ട് ഒരു കാര്യവുമില്ല. പരലോകത്ത് ചെല്ലുമ്പോൾ വലിയ പ്രയാസം ഉണ്ടാകും. നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നാം ചെയ്യുന്ന കർമ്മങ്ങൾ എത്ര ചുരുങ്ങിയതാണെങ്കിലും മുടങ്ങാതെ ചെയ്യുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. എത്ര ചുരുങ്ങിയതാണെങ്കിലും ശരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ല. എത്ര കുറഞ്ഞതാണെങ്കിലും ശരി, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ അമൽ എന്ന് പറഞ്ഞാൽ നിത്യവും ചെയ്യുന്ന അമലാണ്. ഇപ്പൊ ഒരാൾ നിത്യവും 10 റക്അത്ത് നവാഫിൽ നിസ്കരിക്കുന്നു എന്ന് വിചാരിക്കാം. ചിലപ്പോൾ അയാൾക്ക് 12 കഴിഞ്ഞെന്ന് വരില്ല, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കഴിഞ്ഞെന്ന് വരില്ല. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞതാ. 10ഉം 12ഉം റവാത്തിബ് സുന്നത്തെ ഹദീസുകളിലുള്ളതാണ്. അപ്പൊ ഇതിൽ നമ്മൾക്ക് ഏറ്റവും ചുരുങ്ങിയത് ഏതാണോ അത് ആ രൂപത്തിൽ ചെയ്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് തുടരുക. അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണ്. കുറച്ചേ ഉള്ളൂ എന്ന് വിചാരിച്ച് അള്ളാഹു തള്ളൂല. പക്ഷെ ഒരുപാട് ചെയ്തിട്ട് ഒരാവേശത്തിന് ഇങ്ങോട്ട് വന്ന് ഒരാവേശത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഇട്ടെറിഞ്ഞു പോകുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാകരുത്. അപ്പം പ്രവർത്തനങ്ങളുടെ തുടർച്ച ശ്രദ്ധിക്കുക. ചെയ്യുന്ന കർമ്മങ്ങൾ എത്ര ചെറുതാണെങ്കിലും എത്ര കുറച്ചാണെങ്കിലും അത് മുടങ്ങാതെ ചെയ്യുക. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാറുണ്ടായിരുന്നു, ഇദാ അമിൽതൽ അമല ലസിംതഹു. നീ ഒരു പ്രവൃത്തി ചെയ്തു തുടങ്ങിയാൽ ആ പ്രവൃത്തി പിന്നെ നീ നഷ്ടപ്പെടുത്തരുത്. ഈ രാത്രി നമസ്കാരത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നിടത്ത് കാണാം, ചില ആളുകളുണ്ട്, അവർ രാത്രി നമസ്കരിക്കും പിന്നെ അത് ഒഴിവാക്കും. അതുപോലെ നീ ആകരുത്. ലാ തക്കുൻ മിസ്ല ഫുലാൻ. ഇന്ന മനുഷ്യനെ പോലെ നീ ആകരുത് എന്ന് പറഞ്ഞതാ. ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇശാ നമസ്കാരത്തിന് ശേഷം പള്ളികളിൽ നടന്നിരുന്ന തറാവീഹ് ജമാഅത്തായിട്ട് ഇപ്പൊ ഇനി ഉണ്ടാവൂല. അടുത്ത റമദാൻ വരെ ഉണ്ടാവൂല. ഇനി അടുത്ത റമദാൻ നമ്മൾ ആരൊക്കെ ഉണ്ടാവും അല്ലാഹു നമുക്കറിയേയില്ല. അപ്പൊ ആ നിലയിൽ പിന്നെന്താണ്, ഇശാ നമസ്കാരം കഴിഞ്ഞ് ഞാൻ ഉറങ്ങിപ്പോകുമെന്ന് ഭീതിയുള്ളവരാണ് എങ്കിൽ ഒരു 3 റക്അത്ത് വിത്ർ നമസ്കരിച്ച് പോയി കിടന്നുറങ്ങുക. അതല്ല, എനിക്ക് വെളുപ്പിലെ എണീച്ച് നമസ്കരിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എങ്കിൽ എഴുന്നേറ്റ് നമസ്കരിക്കുന്ന ശീലം ഉണ്ടാക്കുക. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വെളുപ്പിലെ രാത്രിയുടെ അന്ത്യയാമത്തിൽ നമസ്കരിക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ നമ്മളൊരു ചിട്ട ജീവിതത്തിൽ ഖുർആൻ ഓതുന്നതിന് ഒരു സമയം നമ്മൾ നിശ്ചയിക്കുക, ആ സമയത്ത് അത് ചെയ്യുക. ഇങ്ങനെ ജീവിതത്തിൽ അല്ലാത്ത ഇപ്പൊ നമുക്ക് രോഗം വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം ചിട്ടകളാണ് നമ്മൾ പാലിക്കാറുള്ളത്. ഇന്ന സമയത്ത് ഗുളിക കഴിക്കണം, കൃത്യമായി നമ്മൾ ഗുളിക കഴിക്കും. രാത്രിയിൽ കഴിക്കേണ്ടതാണെങ്കിലോ നമ്മൾ അലാറം വെച്ചിട്ട് എഴുന്നേറ്റ് കഴിക്കും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പരലോക ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായ ഒരു കാര്യം നമ്മുടെ നന്മയെക്കുറിച്ച് പറഞ്ഞാൽ അതിന് നമുക്ക് നേരമില്ല. പറ്റുമെങ്കിൽ ചെയ്യും, പറ്റുന്ന പോലെ ചെയ്യും. ആ സ്വഭാവം നമ്മൾ മാറ്റണം. അതുപോലെ ഇനി നന്മകൾ ചെയ്യാൻ അടുത്ത റമദാൻ വരെ കാത്തിരിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകരുത്. ഇതിന്റെ ഇടയിൽ എന്ത് സംഭവിക്കും നമുക്ക് ആർക്കും അറിയില്ല. ഇപ്പൊ ചിലപ്പോൾ നമ്മൾ റമദാന് മുമ്പ് ചെയ്തു പോയ തെറ്റുകളൊക്കെ അള്ളാഹുവിന്റെ അപാരമായ കാരുണ്യമെമ്പാടും വർഷിച്ചിരുന്ന റമദാനിൽ നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു വന്നിട്ടുണ്ടാകാം. പുറത്തു തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതേപോലെ ഇനി ആ തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ട് ഒരു പരീക്ഷണത്തിലേക്ക് നമ്മൾ പോകാതിരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കഴിയുന്നതും നമസ്കാരം ജമാഅത്തായിട്ട് നിർവഹിക്കുക. റമദാനിൽ ഏറെക്കുറെ നമ്മൾ നിർവഹിച്ചിട്ടുണ്ടാകും. സുബഹി പിന്നെ ജമാഅത്ത് വരെ. റമദാൻ കഴിഞ്ഞാൽ പിന്നെ സുബഹി ജമാഅത്ത് ആവശ്യമില്ല എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ നമ്മൾ ഒരുപാട് ചെയ്തിരുന്നു. ആ ദാനധർമ്മങ്ങൾ ഇനിയും തുടരാം. റമദാനിൽ കൂടുതൽ പ്രതിഫലം ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു അമലും നമുക്ക് മാറ്റി വെക്കാനില്ല പകൽ സമയത്തുള്ള നിർബന്ധ നോമ്പല്ലാതെ. ബാക്കിയെല്ലാം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു വചനം, ഈ പറഞ്ഞ കാര്യങ്ങൾ നോമ്പുമായിട്ട് അല്ല നമസ്കാരവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരു വാചകം വളരെ ശ്രദ്ധേയമാണ്. പ്രവാചകൻ പറഞ്ഞു, മൻ ഹാഫദ അല സ്വലാത്തി, നമസ്കാരത്തിന്റെ കാര്യത്തിൽ സൂക്ഷ്മത പാലിക്കുന്നവൻ, കാനത്ത് ലഹു നൂറം വ ബുർഹാന, ആ നമസ്കാരം നജാതൻ യൗമൽ ഖിയാമ, പരലോകത്ത് രക്ഷയായിരിക്കും, വെളിച്ചമായിരിക്കും, തെളിവായിരിക്കും. എന്ത് നമസ്കാരം? നിർബന്ധ നമസ്കാരം നമസ്കരിച്ചവനെ സംബന്ധിച്ച് റമദാനിൽ മാത്രമല്ല കേട്ടോ, ജീവിതത്തിലുടനീളം ആരാണോ നിർബന്ധ നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഹാഫള എന്ന് പറഞ്ഞത്, ഹാഫിളു അല സ്വലവാതി വസ്സലാത്തിൽ വുസ്ത വല്ലദീന യുഹാഫിളൂന അല സ്വലാത്ത്, ഇങ്ങനെയൊക്കെയാണ് ഖുർആന്റെ പ്രയോഗം. എന്നുവെച്ചാൽ മുഹാഫളത്ത്, കാത്തു സൂക്ഷിക്കുക. നമ്മുടെ കയ്യിൽ വിലപിടിപ്പുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെങ്ങനെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുവോ അതുപോലെ നമസ്കാരത്തെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. അതാണ് പ്രയോഗം. അപ്പൊ അങ്ങനെ ആരെങ്കിലും കാത്തു സൂക്ഷിച്ചാൽ ആ നമസ്കാരം അവന് നൂറാണ്. നൂറെന്ന് വെച്ചാൽ വെളിച്ചം. ബുർഹാനാണ്, ബുർഹാൻ എന്ന് വെച്ചാൽ തെളിവ്. നജാത്താണെന്ന് വെച്ചാൽ രക്ഷ എന്ന് യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ.
വമൻ ലം യുഹാഫിള് അലൈഹ, നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ ലം യകുൻ ലഹു നൂറുൻ വ ബുർഹാനും വലാ നജാത്തുൻ, അവന് വെളിച്ചവുമില്ല, പിന്നെ തെളിവുമില്ല, രക്ഷയുമില്ല. തന്നെയുമല്ല കാന യൗമൽ ഖിയാമത്തി, അങ്ങനെ നമസ്കാരത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നവൻ ഖിയാമത്ത് നാളിൽ ആരോടൊപ്പമായിരിക്കും? മഅ ഖാറൂൻ വ ഫിർഔൻ വ ഹാമാൻ വ ഉബയ്യ് ഇബ്നു ഖലഫ്. ഇവരാരും മതവുമായി ബന്ധപ്പെട്ടവരല്ല. ഖാറൂൻ നിങ്ങൾക്കറിയാം, ഫിർഔനെ അറിയാം, ഹാമാനെ അറിയാം. ഇവർ മൂന്നാളും മൂസാ നബിയുടെ കാലത്ത് ജീവിച്ചിരുന്ന മൂസാ നബിയുടെ തൗഹീദി പ്രബോധനത്തിന്റെ ബദ്ധവൈരികളായിരുന്നു. ഇത് നമുക്കറിയാം. ഖാറൂൻ എങ്ങനെയാ നശിച്ചതെന്നറിയാം. പണം കൊണ്ട് നശിച്ച മനുഷ്യനാണ് ഖാറൂൻ. ഹാമാൻ എന്ന് വെച്ചാൽ അറിവും തന്റെ ഇടവും കൊണ്ട് ഫിർഔന് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്ത് നശിച്ചവനാണ്. ഫിർഔൻ എങ്ങനെ നശിച്ചു എന്ന് അറിയാം. ഇവര് മൂന്നിന്റെ ഒപ്പം പിന്നെ ഉബയ്യ് ഇബ്നു ഖലഫ് എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ട് നമസ്കാരത്തിനെതിരെ റസൂലിനെയും അനുയായികൾക്കുമെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരു വ്യക്തി ഇവരുടെ ഒപ്പമായിരിക്കും പരലോകത്ത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നിർബന്ധ നമസ്കാരത്തിൽ ഒരു വീഴ്ചയും വന്നുകൂടാ. കഴിയുന്നതും ജമാഅത്തായിട്ട് നിങ്ങൾ നോക്കൂ. നമസ്കാരത്തിന്റെ കാര്യത്തിൽ എത്ര വിട്ടുവീഴ്ചയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നത്. യാത്രയാണോ? ഖസ്റും ജമ്മും. നിൽക്കാൻ പറ്റില്ലേ? ഇരുന്ന്. ഇരിക്കാൻ പറ്റുന്നില്ലേ? കിടന്ന്. ഇങ്ങനൊക്കെ നൽകിയത് എന്തിനാ? അതൊരിക്കലും ഒഴിവാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് പൂർണ്ണ ആരോഗ്യമുള്ള നമ്മൾ മറ്റെല്ലാറ്റിനും നമുക്ക് കഴിയും, നമസ്കാരത്തിന് മാത്രം നമുക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ വളരെ അപകടം പിടിച്ച കാര്യമാണെന്ന് ഓർക്കുക. അതുപോലെ തന്നെ മിഹ്റാജ് രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ കാണിക്കപ്പെട്ടു. അക്കൂട്ടത്തിൽ പ്രവാചകൻ ഒരു ദൃശ്യം കണ്ടു. എന്താ ദൃശ്യം? ഒരു വിഭാഗം ആളുകൾ, അവര് മലക്കുകൾ വലിയ പാറക്കല്ലുകൾ കൊണ്ടുവരുന്നു. എന്നിട്ട് അത് അവരുടെ തലയിലേക്ക് ഇങ്ങനെ ഇടുന്നു. ഇട്ട് കഴിഞ്ഞതിന് ശേഷം ആ തല ചിന്നി ചിതറിപ്പോയതിനു ശേഷം വീണ്ടും അതിങ്ങനെ ഒരുമിച്ച് കൂടും. പഴയ അവസ്ഥയിൽ വീണ്ടും ആ കല്ല് കൊണ്ടുവന്ന് തലയിലേക്ക് ഇടും. പിന്നെയും ആ അവസ്ഥയിലേക്ക് പോകും. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, മൻ ഹാഉലാഇ യാ ജിബ്രീൽ, ആരാണ് ജിബ്രീലെ ഇവർ? ഒന്ന് ആലോചിച്ചു നോക്ക്. നരകത്തിലെ ശിക്ഷയുടെ കാഠിന്യമാണ് പറയുന്നത്. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ മറുപടി മനസ്സിൽ കോറിയിട്ടോ ഞാനും നിങ്ങളും. എന്താ പറഞ്ഞെന്നറിയോ? നിർബന്ധ നമസ്കാരങ്ങളുടെ കാര്യത്തിൽ വീഴ്ച വരുത്തിയ, അലസത കാണിച്ച, മടി കാണിച്ച ആളുകളുടെ അവസ്ഥയാണ് ആ കാണുന്നത്. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തരുത്. നമുക്ക് ജീവിതത്തിൽ നമ്മുടെ ഓരോ ദിവസവും 5 വക്ത് നമസ്കരിക്കാൻ എത്ര സമയം വേണം നമുക്ക്? എന്തുകൊണ്ട് നമുക്ക് കണ്ടെത്തിക്കൂടാ? ബാക്കി എല്ലാറ്റിനും നമുക്ക് നേരമുണ്ട്, ഇതിന് മാത്രം നേരമില്ല. ഇതങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. അരുത് പ്രിയമുള്ളവരെ. ഈ ശിക്ഷയൊക്കെ താക്കീത് ചെയ്യുന്ന അതാണ്. എന്തൊരു ശിക്ഷയാണ് നോക്ക്. നരകത്തിൽ തന്നെയുള്ള ശിക്ഷ. നരകശിക്ഷ തന്നെ അസഹനീയം. അതിന്റെ കൂടെ ഈ ശിക്ഷയോ? വലിയ പാറക്കല്ല് ഇങ്ങനെ തലയിലേക്ക് ഇടുക, തല ചിന്നിച്ചേറി പോവുക, എന്നിട്ട് വീണ്ടും അതേ തലകൾ അതേപോലെ ആക്കുക, വീണ്ടും ആ കല്ല് എടുത്തെറിയുക. റസൂലിന് സഹിച്ചില്ല എന്ന് പറയുന്നത് കണ്ടിട്ട്. അപ്പൊ റസൂൽ ചോദിച്ചാണ് ജിബ്രീലെ ഇത് ആരാണ്? അപ്പൊ പറഞ്ഞു കൊടുത്തതാ, നിർബന്ധ നമസ്കാരത്തിൽ നിന്ന് അലസതയും മടിയും കാണിച്ചവരാണ് ഇവർ എന്നാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. പ്രിയമുള്ളവരെ, ഒന്നും നമുക്ക് റമദാന് ശേഷം ഒഴിവാക്കാനില്ല. ഈ റമദാൻ കാലത്ത് ഒരുപാട് നല്ല വാക്കുകൾ പറയാൻ ശ്രമിച്ചിരുന്നു. ഇനി വേണ്ടെന്നുണ്ടോ? കളവ് പറയാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി ആകാമെന്നുണ്ടോ? കള്ളസത്യം ചെയ്യാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി ആകാമെന്നുണ്ടോ? ഇല്ല. ഇതൊക്കെ ജീവിതവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് പിന്നെ അമലുകൾ തുടർച്ചയായി വീഴ്ച വരുത്താതെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക, ആ ഇസ്തിഖാമത്ത് നിലനിർത്തുക. ഇതാണ് റമദാൻ അങ്ങോട്ട് വിട പറഞ്ഞ് പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം എനിക്കും നിങ്ങൾക്കും ചിന്തിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കാര്യങ്ങൾ ഏറെ ഗൗരവം കൊടുത്ത് ചിന്തിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. മഹാനായ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, മൻ സാമ റമളാന സുമ്മ അത്ബഅഹു സിത്തം മിൻ ശവ്വാൽ കാന കസിയാമിദ് ദഹർ.
ഒരു മനുഷ്യൻ റമദാൻ മാസത്തിൽ വ്രതമനുഷ്ഠിക്കുകയും അതിനോട് തുടർന്ന് ശവ്വാലിലെ 6 ദിവസം നോമ്പനുഷ്ഠിക്കുകയും ചെയ്താൽ ഒരു വർഷം മുഴുവനും നോമ്പനുഷ്ഠിച്ച പ്രതിഫലത്തിന് തുല്യമാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്. ശവ്വാലിലെ 6 നോമ്പ് നമ്മൾ സാധാരണ പറയുന്നതാണ്. ഈ ശവ്വാലിലെ 6 നോമ്പ് ഇപ്പം നമ്മൾ ഒരു വർഷം എന്ന് പറഞ്ഞാൽ 365 ദിവസമാണല്ലോ. നിങ്ങൾ നോക്ക്, ഒരു വർഷം എങ്ങനെ വരുന്നുള്ള 30 ദിവസത്തെ അല്ലെങ്കിൽ ഒരു മാസത്തെ റമദാനിലെ നോമ്പിന് 300 ദിവസത്തെ പ്രതിഫലം. ഓരോ നന്മയ്ക്കും 10 ഇരട്ടിയാണ് പ്രതിഫലം. അപ്പൊ 30 ദിവസം ആകുമ്പോൾ 300ആയി. ഈ 6 നോമ്പും കൂടെ ആകുമ്പോൾ 6 × 10 60ആയി. അപ്പൊ ഏതാണ്ട് ഒരു വർഷത്തെ നോമ്പിന് തുല്യമായ, നോമ്പ് അനുഷ്ഠിച്ചതിന് തുല്യമായ പ്രതിഫലമുണ്ട് എന്നാണ് ശവ്വാലിലെ 6 നോമ്പിനെ കുറിച്ച് പറഞ്ഞത്. ഈ ശവ്വാലിലെ 6 നോമ്പ് ഏറ്റവും ശ്രേഷ്ഠമായത് നാളെ മുതൽ 6 ദിവസം പിടിക്കാൻ കഴിയുമോ പിടിക്കുക, ഏറ്റവും ശ്രേഷ്ഠമായ രൂപത. അതല്ല, കുറച്ച് ദിവസം കഴിഞ്ഞ് 6 നോമ്പ് തുടർച്ചയായിട്ട് പിടിക്കാമോ, വിശാലതയുള്ളതാണ്. ശവ്വാലിലെ നോമ്പ് എന്ന് പറഞ്ഞോളൂ. ശവ്വാലിലെ ആദ്യത്തെ 6 നോമ്പ് എന്ന ഹദീസിൽ ഇല്ല. അങ്ങനെ ആരും സംശയിക്കുകയും വേണ്ട. ഒരുപാട് സംശയം ഇതുമായി ബന്ധപ്പെട്ട് വരാറുള്ളതാണ് പലർക്കും. 6 നോമ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും, വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഏറ്റവും ശ്രേഷ്ഠമാണ് നാളെ മുതൽ 6 നോമ്പ്, സംശയമൊന്നുമില്ല. അതേസമയം സാധിക്കുന്നില്ല, നാളെ പല കാര്യങ്ങളും ഉണ്ട്, കുറച്ച് ദിവസം അങ്ങോട്ട് കഴിഞ്ഞിട്ട് 6 നോമ്പ്, അങ്ങനെ അല്ലെങ്കിൽ ഈ ശവ്വാൽ അവസാനിക്കുന്നതിന് മുമ്പ് 6 നോമ്പ്. അത്ര വിശാലമായി നൽകിയിട്ടുണ്ട്. കഴിയുന്നവർ ചെയ്യുക. അതുപോലെ നമുക്ക് നിർബന്ധ നോമ്പുകൾ ബാധ്യതയായിട്ടുണ്ട് എങ്കിൽ അതിനെക്കുറിച്ച് പല കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും നമുക്ക് കാണാം. എന്ന് പറഞ്ഞാൽ നിർബന്ധ നോമ്പുണ്ടെങ്കിൽ അത് പിടിച്ചു കഴിഞ്ഞേ ശവ്വാലിലെ നോമ്പ് പിടിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിക്കും യുക്തിക്കും അതുപോലെ തന്നെ തെളിവുകൾക്കും എതിരാണ്. കാരണം കഴിയൂലത്. അതേസമയം നോറ്റ് വീട്ടാനുള്ള നോമ്പ്, നിർബന്ധ നോമ്പ് നോറ്റ് വീട്ടാനുണ്ട് എങ്കിൽ അത് അടുത്ത റമദാന് മുമ്പ് നോറ്റ് വീട്ടിയാൽ മതി. ആ നിയ്യത്തുണ്ടാകണം. ആയിഷ റളിയല്ലാഹു തആല അൻഹ തനിക്ക് റമദാനിൽ നഷ്ടപ്പെട്ട നോമ്പുകളെല്ലാം നോറ്റ് വീട്ടിയിട്ടുള്ളത് ശഅബാൻ മാസത്തിലാണ്. ഹദീസ് കൃത്യമായി പറയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ സഹോദരിമാർക്കൊക്കെ ഭയങ്കര സംശയം ഇത് വന്നു കഴിഞ്ഞാൽ ഒരു സംശയത്തിന്റെ ആവശ്യമില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഇത് 6 ദിവസത്തെ നോമ്പാണോ, പിടിച്ചോളി. പിന്നെ അതിനുശേഷം നോറ്റ് വീട്ടാനുള്ള നോമ്പുണ്ടോ, അത് പിടിച്ചോളി. അതിനൊരു കുഴപ്പമില്ല. ആയിഷ റളിയല്ലാഹു അൻഹ ആണല്ലോ നമുക്കൊക്കെ മാതൃക, വേറെ ആരും ഇല്ലല്ലോ. ആയിഷ റളിയല്ലാഹു അൻഹ ശഅബാൻ മാസത്തിൽ തനിക്ക് നഷ്ടപ്പെട്ടു പോയ റമദാനിലെ നോമ്പ് നോറ്റ് വീട്ടാറുണ്ടായിരുന്നു എന്ന് കൃത്യമായ ഹദീസുകൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിലൊരു അങ്കലാപ്പിന്റെ പ്രശ്നമില്ല. വിശാലമായ ഒരു കാര്യമാണ്. കഴിയുന്നിടത്തോളം അത് നോറ്റ് വീട്ടുക. കഴിവിന്റെ പരമാവധി പറഞ്ഞതുപോലെ ഒരു വർഷത്തെ നോമ്പിന്റെ പ്രതിഫലം നേടിയെടുക്കാനുള്ള രൂപം നാം സ്വീകരിക്കുക. അതിനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റമദാനിൽ നാം നേടിയെടുത്ത എല്ലാ ചൈതന്യവും ജീവിതത്തിലുടനീളം നിലനിർത്തുവാനും ജീവിതത്തിൽ അത് മുറുകെ പിടിക്കുവാനും പ്രവർത്തന പദത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനും ഒരു വീഴ്ചയും വരുത്താതെ ജീവിച്ച് മുന്നോട്ട് പോകുവാനും സർവശക്തി നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുടെ രോഗങ്ങളെ അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളെ അല്ലാഹു അകറ്റി കൊടുക്കുമാറാകട്ടെ. എല്ലാറ്റിലും ഉപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അല്ലാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب